നമസ്കാരം. എഡ്യൂത്രസിന്റെ Idioms ആൻഡ് Phrases സീരീസിലെ മൂന്നാം ഭാഗം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രോഹിത് വേണുനാഥൻ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ വരുന്നവർക്ക് ദിവസവും ഫ്രീ ആയി തന്നെ ലൈവ് ക്ലാസ്സുകൾ ലഭിക്കും. എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ അവിടെ ലഭ്യമാണ്. കൂടാതെ സിലബസ് ഓറിയന്റഡ് ആയി നിങ്ങൾക്ക് കുറെ കൂടെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നാൽ ലഭിക്കുന്നതാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്ലേലിസ്റ്റ് ഓരോന്നായി കവർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് ഫെൻസസ് മീൻസ് ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് നെയ്ബേഴ്സ്, ഗുഡ് ലീഡേഴ്സ്, ഗുഡ് റീഡേഴ്സ്. ഉത്തരം ഗുഡ് നെയ്ബേഴ്സ് ആണ്. ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി എന്നാണ് അർത്ഥം. അപ്പോൾ സാധാരണ അതിൽ നല്ല അയൽക്കാരാണെങ്കിൽ വേലിയുടെ അടുത്ത് വന്നിരുന്ന് പരസ്പരം ദിവസവും സംസാരിക്കാറുണ്ട്. നല്ല റിലേഷൻ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നല്ല വേലിയാണെന്ന് അർത്ഥമാക്കുന്നത് ചുറ്റുമുള്ള അയൽക്കാർ നല്ല ആൾക്കാരാണ് എന്നാണ്. ഗുഡ് ഫെൻസ്, ഫെൻസ് എന്നാൽ വേലി. Complete the sentence using the appropriate idiom. The manager insisted that the agreement must be made dash. On cloud 9, once in a blue moon, to make both ends meet in black and white. ഉത്തരം in black and white. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിരുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ in written format എന്നാണ്. The manager insisted that the agreement must be made in written format. Made in black and white. ബാക്കിയുള്ള ഇഡിയംസിന്റെ അർത്ഥം ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്നാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി സംഭവിക്കുന്നത്. ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദുരിതപൂർണമായ അല്ലെങ്കിൽ കഷ്ടപ്പാടോടുകൂടിയുള്ള ഒരു ജീവിതം എന്നർത്ഥമാക്കുന്നു. A fish out of water. To be in an uncomfortable position. To be in a comfortable position. To be in an easy way. None of these. Fish out of water. To be in an uncomfortable position. അതായത് ഒരു മീനിനെ എടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടാൽ അതിന് കംഫർട്ടബിൾ അല്ലാത്ത ഒരു പൊസിഷനാണ്. അതിന് എൻ്റെ ഏറ്റവും കംഫർട്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. അപ്പൊ അതന്നെ ഓർത്താൽ മതി, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. Replace the underlined phrase with the word. He is a person who eats too much. Obese, lion, man, glutton. ഉത്തരം ഗ്ലട്ടൺ. വാരി വലിച്ച് ഭക്ഷിക്കുന്ന, ഒരുപാട് ഭക്ഷിക്കുന്ന ആൾ ഗ്ലട്ടൺ എന്നാണ് പറയുന്നത്. ഒബീസ് എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷം ഉണ്ടാകുന്ന അവസ്ഥയാണ്, തടി കൂടുക എന്നാണ്. ഒരുപാട് കഴിക്കുന്നു എന്നതിന് അർത്ഥമില്ല. ഡേവിഡ് വർക്ക്ഡ് ഹാർഡ് ടു കീപ് ദി വൂൾഫ് ഫ്രം ദി ഡോർ. Find out the meaning of the underlined idiom. To keep dangers away, to keep dogs away, to escape from poverty, to escape from robbery. To escape from poverty. To keep the wolf from the door. ഇവിടെ വോൾഫിനെ പട്ടിണിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ആലങ്കാരികമായി പറയുകയാണ്. ടു കീപ് ദി വോൾഫ് ഫ്രം ദി ഡോർ എന്ന് പറഞ്ഞാൽ പട്ടിണി ഒഴിവാക്കുക, പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുക. Kith and kin means friends and relatives, parents, cousins, siblings. ഉത്തരം friends and relatives. Kith and kin, friends and relatives. Tall tale means long story, an interesting story, a funny story, a tale that is hard to believe. ഉത്തരം a tale that is hard to believe. Tall tale. ടോൾ എന്നാൽ വളരെ ഉയരമുള്ള എന്ന് തന്നെയാണല്ലോ. അപ്പോൾ വളരെ പെരുപ്പിച്ച ഒരു കഥ, വിശ്വസിക്കാൻ സാധിക്കാത്ത ഊതി പെരുപ്പിച്ച കഥ എന്നോർത്താൽ മതി. ബേർഡ്സ് ഐ വ്യൂ മീൻസ് വിജിലന്റ്, ഷാർപ്പ്, an overall view, keep eyesight. ഇത്തരം an overall view. ബേർഡ്സ് ഐ വ്യൂ എന്നാൽ വളരെ ഉയരത്തിൽ നിന്ന് പക്ഷി കാണുന്ന കാഴ്ച പറഞ്ഞാൽ മൊത്തത്തിൽ വളരെ വിശാലമായ ഒരു കാഴ്ചയാണ്, ഒരു ഓവറോൾ പിക്ചറാണ് ലഭിക്കുക. ബേർഡ്സ് ഐ വ്യൂ. ആർഗസ് ഐഡ് മീൻസ് വിജിലന്റ്, ഇൻവാലിഡ്, കെയർലെസ്, ബിസി. ആർഗസ് ഐഡ് എന്നാൽ വിജിലന്റ് എന്നാണ്. ആർഗസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ പേര് തന്നെയാണ്.
ഇവിടെ ആർഗസ് ഐഡ് എന്ന് അർത്ഥമാക്കുന്നത് വളരെ വിജിലന്റ് ആയ, വളരെ ശ്രദ്ധാലുവായ. Lame duck means healthy person, wealthy person, gentleman, helpless person. ഉത്തരം helpless person ആണ്. Lame duck. Lame എന്നാൽ മുടന്തുള്ള, ഡക്ക് എന്നാൽ താറാവ്. മുടന്തുള്ള താറാവ്, മുടന്തനായ താറാവ് എന്നാണ്. നമ്മളിത് പോളിറ്റിയിൽ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്, ലെയിം ഡക്ക് സെഷൻ എന്നൊക്കെ അർത്ഥത്തിൽ. അതുമായിട്ട് വേണമെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ലെയിം ഡക്ക് സെഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ലോക്സഭയുടെ അവസാനത്തെ സെഷൻ. ആ സെഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ഇലക്ഷന് ശേഷമായിരിക്കും നടക്കുക. അങ്ങനെയുള്ള ഒരു സെഷനിൽ പുതിയ ഇലക്ഷനിൽ വിജയിക്കാൻ സാധിക്കാത്ത, സീറ്റ് ലഭിക്കാത്ത നിലവിലുള്ള എം പിമാരെയാണ് ലെയിം ഡക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് പുതിയ ഇലക്ഷനിൽ ജയിക്കാൻ കഴിയാതെ പോയവർ. അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാം, ഹെൽപ്ലെസ് പേഴ്സൺ. ഭാഗം 3 ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കുറേയേറെ ഭാഗങ്ങൾ ഈ ഒരു സീരിയലിൽ തന്നെ കവർ ചെയ്യാനുണ്ട്. ഇതുപോലെ പല സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ വരിക. ദിവസമുള്ള ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം. ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയി തന്നെ അവിടെ ലഭിക്കുന്നതാണ്. എല്ലാ പരീക്ഷകൾക്കും പറ്റിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. കൂടാതെ ഗ്രൂപ്പിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് അവിടെ ഡൗട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാം. ദിവസമുള്ള ക്വിസുകളിലൊക്കെ പങ്കെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ കുറെ കൂടി ഊർജിതമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയി തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഫ്രീ ആയി തന്നെ ലൈവ് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയി തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി കോഴ്സുകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്ക് അക്കാഡമി പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. അക്കാഡമി പ്ലസിന്റെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും അനുസൃതമായി സിലബസ് ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിട്ടുള്ള അനവധി കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലാസ്സുകൾ ലൈവായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ടെസ്റ്റ് സീരീസുകൾ ഒരുപാട് നിങ്ങൾക്ക് അതിൽ ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം എഡ്യൂത്രസ്റ്റ് 10 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേ കോഡ് എഡ്യൂത്രസ്റ്റ് 10 എന്ന കോഡ് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നതാണ്. പ്ലസ് ക്ലാസ്സുകളുടെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അൺലിമിറ്റഡ് കോഴ്സ് മെറ്റീരിയൽസും ക്ലാസ്സസും ആക്സസ് ലഭിക്കും. അൺലിമിറ്റഡ് ആയി ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനിടയിൽ തന്നെ എഡ്യൂക്കേറ്ററുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും മടിക്കണ്ട, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ അക്കാഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. ബെസ്റ്റ് വിഷസ്.